പരിശുദ്ധ റമദാൻ ക്ഷമയുടെ മാസമാണ്. ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു സ്വർഗ്ഗം നൽകുന്നത്. അപ്പൊ നമ്മുടെ രോഗവും പരീക്ഷണവും തലവേദനയും നടുവേദനയും മുട്ടുവേദനയും ഒക്കെ അള്ളാഹു നൽകുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അവിടെ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായാൽ വജസാഹും ബിമാ സബറു ജന്നതൻ വഹരീറാ, അല്ലാഹു സ്വർഗീയ ലോകം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ക്ഷമിക്കാനുള്ള മാസമാണ് വരാനിരിക്കുന്നത്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കൽ ഹലാലാണ്, ഭാര്യമാരുടെ കൂടെ കിടപ്പറ പങ്കിടലും ഹലാലാണ്. എന്നാൽ റമളാനായാൽ ഇത് രണ്ടും ഹറാമായി. റമളാനിന്റെ പകലിൽ ഭക്ഷണം കഴിക്കൽ ഹറാമാണല്ലോ, പാടില്ലല്ലോ. റമളാനിന്റെ പകലിൽ ഭാര്യമാരുടെ കൂടെ കിടപ്പറ പങ്കിടാനും പാടില്ലല്ലോ, ഹറാമാണല്ലോ. ഹലാലായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നമ്മൾ ഏതായാലും ഹറാമിൽ നിന്ന് നിർബന്ധമായി വിട്ടുനിൽക്കണം. ക്ഷമിക്കേണ്ട, ക്ഷമ പഠിക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം. എന്നിട്ട് അല്ലാഹു പറയാണ് വശഹറുൽ മുവാസാത്ത്, പരസ്പരം സഹകരിക്കേണ്ട, പരസ്പരം സഹായിക്കേണ്ട, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യേണ്ട മാസമാണ് റമളാൻ. വശഹറുൻ യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിനി ഫീഹി, ആ മാസത്തിൽ അല്ലാഹു മനുഷ്യന്മാരുടെ മുഅ്മിനീങ്ങളായ ആളുകളുടെ ഭക്ഷണത്തിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. സ്വർണ്ണമോചനം തന്നിട്ടുണ്ട്. അല്ലാഹു ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ, അല്ലാഹു ഹലാലായ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കട്ടെ. എന്റെ സഹോദരിമാരെ, കണ്ണൂർ ജില്ലയിൽ വാഴ് നടക്കുമ്പോഴാണ് ഒരു +1 പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി 2 പവനോളം വരുന്നൊരു കൈച്ചെൻ നൽകിയത് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത്. ഈമാൻ സലാമത്തായി മരിക്കണമെന്നാണ്. ഞാൻ പറയട്ടെ, ഉപ്പ നൽകിയ സ്വർണ്ണ ചെയിനായിരിക്കും, അത് കൈച്ചെയിനായിരിക്കും. സ്വന്തമായിട്ട് ഭർത്താവില്ലാത്തത് കൊണ്ട് ഉപ്പ നൽകിയ കൈച്ചെയിൻ ഇനി എനിക്കത് കിട്ടുമോ എന്ന വിശ്വാസം പോലുമില്ലാതെ ആ ചെറിയ പെണ്ണ് ദീനിയായ ഒരു കാര്യത്തിന് സ്വർണ്ണമാല, സ്വർണത്തിന്റെ കൈച്ചെയിൻ നൽകുമ്പോ ആ ഒരു സംഭവം എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. ചില സംഭവങ്ങൾ വല്ലാതെ ആകർഷിക്കാറുണ്ട്. അതുകൊണ്ട് ആ സഹോദരിക്ക് പല സദസ്സിലും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിയുടെ ഹലാലായ ഉദ്ദേശങ്ങൾ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അതേപോലെ ഈ സ്വർണ്ണങ്ങളുടെ വിലകളൊക്കെ നശിക്കാൻ പോകുന്ന ഒരു കാലം വരാനുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ അവരുടെ കബറിടം സ്വർഗീയമാവാൻ, അവരുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടാൻ വേണ്ടി ഈ പരിശുദ്ധമായ പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സംഭാവന ചെയ്യുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ നമ്മുടെ ഉപ്പമാർക്ക് നൽകിയാലാണ് നാളെ നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മൾക്ക് വേണ്ടി നൽകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പരിശുദ്ധമായ റമളാനിൽ ഒരാൾക്ക് 300 നോമ്പെടുക്കാനുള്ള അവസരമുണ്ട്. ആകെ 30 നോമ്പല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ 300 നോമ്പെടുക്കുക? എടുക്കണം 30 നോമ്പ് വേണോ, 300 നോമ്പ് വേണോ? ഒരു മാസത്തിന് 300 നോമ്പെടുക്കാം. 300 നോമ്പെന്ന് പറഞ്ഞാല് നിങ്ങൾ 30 നോമ്പ് സ്വീകാര്യമായ നോമ്പെടുത്താൽ അതേ പ്രതിഫലം, ഒരൽപ്പം പോലും കുറയാതെ 300 നോമ്പ് ഒരു മാസത്തിനെടുത്ത പ്രതിഫലം നിങ്ങൾക്ക് വേണോ? ആണോ? വേണ്ടെങ്കിൽ പറയില്ല. താല്പര്യമുള്ള നിങ്ങൾ വേണ്ടാത്ത പോലെ ഇരുന്നവനെങ്ങനെ നമ്മൾ പറയാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ ഫത്തറ ഫീഹി സായിമാ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിങ്ങൾ ഒരാൾക്ക് നോമ്പ് തുറ നൽകിയാൽ കാന ലഹു മഗ്ഫിറത്തുൻ ലിദുനൂബിഹി, നിങ്ങൾ ചെയ്ത തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാകും. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പ്രാർത്ഥന ആദ്യമായി സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. മൻ നദറക റമളാന ഫലം യുഗ്ഫർ ലഹു, ഒരാൾക്ക് റമളാൻ മാസം ലഭിക്കുകയും ആ റമളാൻ മാസത്തിൽ അയാളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിൽ നിന്ന് അകലെയാണെന്ന് മുഹമ്മദ് മുസ്തഫ. പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള എളുപ്പവഴിയാണ് നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാളെങ്കിലും മിനിമം കൊണ്ടുവന്ന് നോമ്പ് തുറപ്പിക്കുക. ഒന്നുകിൽ വീട്ടിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി നോമ്പ് തുറപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് നോമ്പ് തുറപ്പിക്കാനുള്ള ചെലവുകൾ ഏറ്റെടുക്കുക. അങ്ങനെ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ നോമ്പ് തുറ കാരണമാകും. നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടും. ഒരാളെ ആത്മാർത്ഥമായി ഇഖ്ലാസോടെ നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അത് മാത്രമല്ല, ആരെയാണോ നോമ്പ് തുറപ്പിച്ചത് അയാൾക്ക് എത്ര പ്രതിഫലം കിട്ടുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് അല്ലാഹുവിന് വേണ്ടി ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ എത്ര പ്രതിഫലം അല്ലാഹു അയാൾക്ക് നൽകുന്നുണ്ട്.
നൽകുന്നുണ്ടോ അതിൽ നിന്നൊരണുമണി തൂക്കം പോലും കുറക്കാതെ അതേ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ദിവസവും ഒരാളെ വിളിച്ചിട്ട് നോമ്പ് തുറന്നാൽ നിങ്ങൾ പരിശുദ്ധ റമദാൻ 30 ആകുമ്പോ 60 നോമ്പെടുത്ത് കൂലിയിട്ടു. ഡെയിലി 10 ആളെ വിളിച്ച് നോമ്പെടുത്താലോ, 10 ആളെ വിളിച്ചിട്ട് നോമ്പെടുത്താലോ റമദാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് 330 നോമ്പിന്റെ പ്രതിഫലം കിട്ടും. 330. പക്ഷേ വിളിക്കുന്നവർ സ്വീകാര്യമായ നോമ്പെടുത്ത ആളാണ്. നാട്ടിലിങ്ങനെ സവാരി പശുക്കളെ പോലെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആളുകളും വിളിച്ച് നോമ്പെടുക്കാൻ കൊടുക്കണ്ട. ഇറ്റ് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് സ്വീകാര്യമായ നോമ്പ് സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾക്കനുസൃതമായി ആ മാനദണ്ഡങ്ങൾ അംഗീകരിക്കാത്ത രീതിയിൽ നോമ്പെടുക്കുന്ന ആളുകളെ വിളിച്ചിട്ട് നോമ്പ് തുറപ്പിച്ചിട്ട് കാര്യമില്ല. കാരണം അവരുടെ നോമ്പ് സ്വീകരിച്ചാലല്ലേ നിങ്ങൾക്ക് കൂലിട്ടു. അവരുടെ നോമ്പ് സ്വീകരിച്ചില്ലല്ലോ. അപ്പൊ അള്ളാഹു നോമ്പ് സ്വീകരിച്ചു എന്ന് നമ്മൾക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ആളുകൾ നമ്മൾ ഉറപ്പിക്കാം. എങ്കിലോ അവർക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾക്ക് കിട്ടും. അള്ളാഹു നൽകട്ടെ. അപ്പോഴാണ് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞത്, ലൈസ കുല്ലുനാ നജിദു മാ നുഫത്തിറു സ്വായിമാ. ഇനിയെ ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പ് തുറപ്പിക്കാൻ കഴിയില്ലല്ലോ. സമൂസകള്, എണ്ണക്കടികള്, ഫ്രൂട്ട്സുകള്, ജ്യൂസുകള്, പായസങ്ങള്, പൊറോട്ട ഇങ്ങനെയെല്ലാം കൊണ്ടുവന്ന വിപുലമായി നോമ്പ് തുറപ്പിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയില്ലല്ലോ. ഞങ്ങളുടെ കയ്യിൽ കാശില്ലല്ലോ. ഇത് പറഞ്ഞപ്പോഴാണ് നിബിധങ്ങൾ പറഞ്ഞത്, പള്ളിയുടെ വിഷയം വരുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരാൾക്ക് സ്വന്തമായി പള്ളി നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എല്ലാവരും പള്ളി നിർമ്മിക്കുമ്പോ എന്റെ കയ്യിലുള്ളത് ഞാനും കൂടി കൊടുക്കട്ടെ എന്ന് വിചാരിച്ച് ഒരാൾ സഹായിച്ചാൽ അയാൾക്ക് അല്ലാഹു സ്വർഗീയ ലോകത്ത് ഭവനം നൽകുമെന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധമായ റമദാൻ മാസം സാമ്പത്തികമായി ഒന്നുമില്ലാത്ത പാവപ്പെട്ട പട്ടിണി പാവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് റമദാനിൽ നോമ്പ് തുറപ്പിക്കാനും അതിന്റെ ശ്രേഷ്ഠത ലഭിക്കാനുമുള്ള അവസരങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഈ ഒരു പ്രതിഫലം അല്ലാഹു നൽകുന്നത് ഒരു മുറുക്ക് പാല് നൽകി നോമ്പ് തുറപ്പിച്ചാലും ഈ ശ്രേഷ്ഠതകളൊക്കെ അല്ലാഹു തരും. നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, എന്നാൽ 20 രൂപയുടെ മിൽമയുടെ പാൽ ബാഗം കൊണ്ടുവന്നിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് നിങ്ങൾ അപ്പുറത്ത് നല്ലൊരു സാലിഹായ ഒരു പെണ്ണുണ്ട് അല്ലെങ്കിൽ സാലിഹായ ഒരാണുണ്ട്, അവർക്ക് നോമ്പ് തുറക്കാൻ നിങ്ങളൊരു ഗ്ലാസ് പാല് കൊടുത്തു, അവർ ആ പാല് കൊണ്ട് നോമ്പ് തുറന്നു, അവരുടെ നോറ്റ അതേ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മറക്കരുത്, റമദാനൊക്കെ മറന്നു പോകും. റമദാനും ഇങ്ങനെ ഒരു വാലിനോ പറയാൻ അവസരം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് പറയാൻ റമദാൻ കഴിഞ്ഞിട്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. ഒരു മുറുക്ക് പാല് നൽകി നിങ്ങൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെ ഒരു 10 പേര് തുറപ്പിച്ചാൽ 10 ആളുടെ പ്രതിഫലം. ഈ പാല് വാങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കരക്ക, 1 കിലോ ഈത്തപ്പഴം തുടക്കത്തിലെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് ആകെ ഈത്തപ്പഴം പള്ളിയിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു, ഉസ്താദേ നോമ്പ് തുറക്കുന്ന വീട്ടിൽ എല്ലാവർക്കും കൊടുക്കുന്നത് എന്റെ വകയാണ്. 100 അല്ലെങ്കിൽ 50 ആള് പള്ളിക്ക് നോമ്പ് തുറക്കാൻ വന്നു, 50 പേര് നോമ്പ് തുറന്ന് നിങ്ങൾ ഈത്തപ്പഴം കൊണ്ടാണ്. അള്ളാഹു നിങ്ങൾക്ക് 50 നോമ്പിന്റെ പ്രതിഫലം തരും. അള്ളാഹു നൽകട്ടെ. തമാശയല്ല ഇത് പറയുന്നത്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ വകയായി ഞാൻ പറയുന്നതല്ല. ഒരു കാരക്ക കൊടുത്തിട്ട് നിങ്ങൾ നോമ്പ് തുറപ്പിച്ചാലും അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹു പ്രതിഫലം തരും. വലിയ കെങ്കേമമായി ഒരുപാട് നൂറുകണക്കിന് ആളുകളെ വിളിച്ചിട്ട് ഗംഭീരമായ നോമ്പ് തുറ നൽകിയാലേ അള്ളാഹു പ്രതിഫലം തരുമെന്നില്ല. നിങ്ങൾക്കൊരു ഈത്തപ്പഴമാണ് കൊടുക്കാൻ കഴിയുന്നതെങ്കിൽ അതെങ്കിലും കൊടുക്കണേ. ഇനി ഈത്തപ്പഴം വാങ്ങാൻ കഴിയാത്ത ആളുകൾ നിങ്ങളിലുണ്ടെങ്കിൽ ഒരു വെള്ളം നിങ്ങളുടെ കിണറ്റിനുണ്ടാവൂലേ, കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം നൽകി നോമ്പ് തുറപ്പിച്ചാലും അല്ലാഹു ഈ പ്രതിഫലം തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പാപങ്ങൾക്ക് ഇതിൽ നിന്നുള്ള പ്രതിഫലം നഷ്ടപ്പെടൂല, മുതലാളിമാർക്കും നഷ്ടപ്പെടൂല, എല്ലാവർക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ കഷ്ണം കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ. ഇനി ഒരാൾക്ക് ഒരു ഈത്തപ്പഴം കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു കാരക്ക കൊടുക്കാൻ പറ്റുന്നില്ല, ഒരു കാരക്ക കൊണ്ടുവന്നിട്ട് അതിനെ 4 കഷ്ണമാക്കിയിട്ട് 4 പേർക്ക് 4 കഷ്ണം നൽകി നോമ്പ് തുറപ്പിച്ചാലും സാലിഹീങ്ങളായ സജ്ജനങ്ങളായ 4 പേര് വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു കാരക്ക കഷ്ണം 4 കഷ്ണമായി 4 പേർക്കും നൽകി 4 ആളുകൾ നോമ്പ് തുറന്നാൽ 4 നോമ്പുകാരുടെ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു നൽകും. അത് മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും. അത് മാത്രമല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ കാരണമാകും. അത് മാത്രമല്ല, നോമ്പുകാരന് നിറയെ ഭക്ഷണം നൽകിയാൽ, നോമ്പുകാരന് നോമ്പ് തുറപ്പിച്ച് വെള്ളവും പാനീയവും ഭക്ഷണവും നൽകിയാൽ
എന്റെ ഹൗലുൽ കൗസറിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കും. പിന്നെ എല്ലാവരും വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോ, എല്ലാവരും ഒരു ചാൺമുകളിലുള്ള സൂര്യന്റെ ചൂടേറ്റ് വീർത്ത് കുളിക്കുമ്പോ, എല്ലാവരും അമ്പിയാക്കളുടെ അടുത്തേക്ക് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് യൗമ യഫറുൽ മർഉ മിൻ അബീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ, എല്ലാവരും ഉമ്മയെ വേണ്ട, ഉപ്പയെ വേണ്ട, ഭാര്യയെ വേണ്ട, ഭർത്താവിനെ വേണ്ട, മക്കളെ വേണ്ട, ചങ്ങാതിമാരെ വേണ്ട, കുടുംബക്കാരെ വേണ്ട, സ്വന്തം കാര്യം പറഞ്ഞിട്ട് എല്ലാവരും നെട്ടോട്ടമോടുന്ന സമയത്ത് ഒരു ദാഹമില്ലാതെ, ഒരു പ്രയാസമില്ലാതെ അല്ലാഹു സ്വർഗ്ഗത്തിലെത്തുന്നത് വരെ അയാൾ സംരക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്.